വണ്ടി തല്ലിപ്പൊളിച്ചത് വേറെ ആൾക്കാരാണ് ഗൈസ്. അതായത് ഈ PSG ഗ്യാങ്ങിന്റെ ആൾക്കാർ തന്നെയാണ്. മനസ്സിലായോ? ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു എന്ന് പറയണില്ലേ, ആ പിടിച്ചു എന്ന് പറയുന്ന ചെക്കനെ ഞാൻ അവിടെ എക്സ്പോസ് ചെയ്യാൻ കഴിച്ചു. ആ ചെക്കനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ടാവും. നിന്റെ കാര്യത്തിൽ തീരുമാനം ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഈ വീഡിയോ ഇപ്പൊ ഇടല്ലേ, അതായത് സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട്, ഈ വീഡിയോ ഇപ്പൊ ഇടല്ലേ എന്ന് പറയണ ക്ലിപ്പ് അടക്കം എന്റെ ഉണ്ട് കഴിച്ചു. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എന്തിട്ട് മനസ്സിലായേ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? നാട്ടുകാരെ മുമ്പിക്കാണ് കഴിച്ചു. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടക്കുന്നത്. ഇത് കേട്ട് നോക്കണം. PSG അടിവല. PSG പേരെന്നെ മാറി മറിക്കാൻ പോകട്ടോ. തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം. വിശ്വംബരാ, നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം കഴിയണത്ര കണ്ടന്റ്. എന്നാലും നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. എനിക്ക് തോന്നി പറഞ്ഞു. നിന്റെ കുറ്റപ്പെടുത്തൽ കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ ആവശ്യമാണെന്ന്. തൊപ്പീനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിലെത്തണം, അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണേ. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത് മാർഗം എത്തിരി മോശമായാലും ലക്ഷ്യം നന്നായാൽ മതിയെന്നാ. ടോൾസ്റ്റോയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.